ജഗദീഷ്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചേ. എന്താ മാഡം? എനിക്ക് ത്രോട്ടിനൊരു ബുദ്ധിമുട്ട്. കുറച്ച് ദിവസത്തേക്ക് ഡോക്ടർ വോയിസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ മാഡം, നാളെ റെക്കോർഡിംഗ് കഴിഞ്ഞ് സോങ് കിട്ടുമെന്ന രീതിയിൽ ആർട്ടിസ്റ്റുകളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ആ ജഗദീഷ് ടെൻഷൻ ആവാതിരിക്കൂ. സിറ്റുവേഷനൊക്കെ എനിക്കറിയാവുന്നതല്ലേ. എനിക്ക് പകരം മറ്റൊരാളെ കൊണ്ട് അത് നടക്കില്ല മാഡം. എനിക്കത് മാഡം തന്നെ പാടിത്തരണം. ഇവിടെ ഷൂട്ടിംഗ് മാറ്റിവെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുമായിരിക്കും. ജഗദീഷ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. പ്രൊഡ്യൂസർ എവിടെയുണ്ട്? പ്രൊഡ്യൂസർ എൻ്റെ കൂടെ ഉണ്ട് മാഡം. ആ എങ്കിൽ ഫോണൊന്ന് സ്പീക്കറിലിടും, രണ്ടുപേർക്കും കൂടി കേൾക്കാമല്ലോ. ശരി മാഡം. സാർ, മാഡത്തിൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ച് പറയാനാ. ആ പറഞ്ഞോളൂ മാഡം. ഞാൻ രാവിലെ റെക്കോർഡിങ്ങിന് പോകാൻ റെഡി ആയതാ. പെട്ടെന്ന് വോയിസിനൊരു സ്ക്രാച്ച് പോലെ. അങ്ങനെ പാടുന്നത് ശരിയല്ലല്ലോ. ജഗദീഷും പ്രൊഡ്യൂസറും ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരാളെ ശുപാർശ ചെയ്യാം. അല്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്നെക്കാളും നന്നായിട്ട് ആ കുട്ടി പാടും. എന്താ മേഡം ഈ പറയുന്നത്? മേഡത്തിനേക്കാൾ നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാ ഇതെന്താ കെട്ടുകഥയാണോ? കെട്ടുകഥയൊന്നുമല്ല. പിന്നെ ആ കുട്ടി പാടിയിട്ട് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പാടിത്തരാൻ ചെയ്യാം. അതുവരെ വന്ന നഷ്ടം ഞാൻ തന്നെ തന്നേക്കാം. അയ്യോ, അതൊന്നും വേണ്ട മേഡം. എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി താനൊന്ന്. അതുകൊണ്ടല്ല മാഡം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചവർ തന്നെ കൂടെ ഉണ്ടാവണമെന്നല്ല വിചാരിക്കുക. അതുകൊണ്ടാ ഈ കുട്ടിയെ കൊണ്ട് പാടിച്ചാൽ നാളെ ജഗദീഷിന് അതിൻ്റെ പേരിൽ അഭിമാനിക്കാൻ പറ്റും. ശുപാർശ ചെയ്ത എനിക്കും. ശരി മാഡം. മേഡം ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അയച്ചോളൂ. നാട്ടിൽ തന്നെയുള്ള കുട്ടിയല്ലേ മേഡം? വിളിച്ച ഇന്ന് തന്നെ റെക്കോർഡിംഗ് നടക്കുമല്ലോ. തീർച്ചയായിട്ടും നടക്കും. ഞാനിപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചുതരാം. സാധാരണ ഒരാളുടെ കാര്യത്തിൽ ശ്യാമ മേഡം കയറി ഇത്രയ്ക്കങ്ങ് ഉറപ്പ് പറയില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം സാർ. ഓക്കെ. കൗൺസിലറെ വിളിച്ചോ? ഓക്കെ, നമ്മൾ അങ്ങോട്ട് ചെന്നാ മതി. രണ്ട് നല്ല കാര്യങ്ങളും ഒപ്പം നടക്കട്ടെ. ഭഗവാൻ നിമിത്തം കാണിച്ചത് അതിനായിരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ മോള് പാട്ട് പാടാൻ പോവാ. അമ്മ ഒരുക്കി കൊടുത്ത വഴിയിലൂടെ അവള് മുന്നോട്ട് വരട്ടെ. ആ കുട്ടി ആരായാലും ഭാഗ്യവതിയാ. ശ്യാമ മേഡം ഇത്രയൊക്കെ പറഞ്ഞില്ലേ? വന്നിട്ടുണ്ട് സാർ. എന്തു പറ്റി? സാർ നോക്കിയേ.